ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഒന്ന് ഓർത്തെടുക്കുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ വർക്കിംഗ് റൂളും ഒരു ഷോർട്ട് കട്ട് മെത്തേഡും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ആദ്യം അതിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. സിമ്പിളായിട്ട് പ്രോബ്ലം ആദ്യം പറയുന്നു. മെട്രിക്സ് 1 2 3 0 ഇതിൻ്റെ മെട്രിക്സ് 2 3 0 5 ഇതിൻ്റെ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ഇതിൻ്റെ മെട്രിക്സ് മൾട്ടിപ്ലൈ പറയുമ്പോൾ നമ്മുടെ വർക്കിംഗ് റൂൾ അനുസരിച്ച് ഇങ്ങനെയാണ്. മെട്രിക്സ് ഫസ്റ്റ് റോ ഉണ്ട് ഫസ്റ്റ് കോളം അല്ലേ. അപ്പം ഫസ്റ്റ് ദെൻ സെക്കൻഡ് അപ്പം 1 into 2 2 plus 0 2 ഫസ്റ്റ് കൊണ്ട് സെക്കൻഡ് 3 plus 10 13 സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് കോളം 6 plus 0 6 സെക്കൻഡ് കൊണ്ട് സെക്കൻഡ് 9 plus 0 9 ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓർഡർ 3 വരുന്നതൊക്കെ പറഞ്ഞു. ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് ഷോർട്ട് കട്ട് മെത്തേഡ് ഇങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ ഈ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ 1 2 3 0 ഈ കോളത്തെ പിടിച്ച് റോ ആയിട്ട് എഴുതുക. വീണ്ടും 3 ശരി, സംഗതിയൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യിക്കുക. മൾട്ടിപ്ലൈ ആയ 2 plus 0 2 3 plus 10 13 3 plus 2 6 6 plus 0 6 9 plus 0 9 answer 2 13 6 9 first 2 plus 0 2 3 plus 10 13 ഇനി നമ്മൾ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. കുറച്ചുകൂടി പ്രോബ്ലം കടക്കുകയാണ്. ആ പ്രോബ്ലം രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് വെച്ചാൽ അല്ല. പ്രോബ്ലത്തിൽ നമുക്ക് വെരിഫൈ ചെയ്യാം. എന്തായാലും പ്രോബ്ലം ഒന്ന് കുറിച്ചോളൂ. പ്രോബ്ലം ഇതാണ്. മെട്രിക്സ് show that matrix 5 minus 1 6 7 in the matrix 2 1 3 4 show that matrix 5 minus 1 6 7 into matrix 2 1 3 4 not equal to ഇത് A ഇത് B. ഇത് പ്രീ മാട്രിക്സ് ഇത് പോസ്റ്റ് മാട്രിക്സ്. ഇനി തിരിച്ച് ആദ്യം പോസ്റ്റ് മാട്രിക്സ് 2 1 3 4 into matrix 5 minus 1 6 7 ഇത് ഈ പ്രോഡക്റ്റ് ഈക്വൽ അല്ല എന്ന് ഷോ ചെയ്യാം. ആദ്യം ലെഫ്റ്റ് എടുത്ത് ചെയ്യാം. ലെഫ്റ്റ് 5 minus 1 6 7 into matrix 2 1 3 4 മൾട്ടിപ്ലിക്കേഷൻ നന്നായിട്ട് അറിയാവുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല, സിമ്പിൾ ആണ്. ഇത് പ്രീ മെട്രിക്സ് ഇത് പോസ്റ്റ് മെട്രിക്സ്. ഫസ്റ്റ് റോ ഉണ്ട് ഫസ്റ്റ് കോളം നോക്കാം. ഒറ്റ സ്റ്റെപ്പ് ചെയ്യാണ്. ഫസ്റ്റ് റോ ഉണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് 10 10 minus 3 7 10 minus 3 7 ഇനി ഫസ്റ്റ് കൊണ്ട് സെക്കൻഡ് കോളം 5 minus 4 5 minus 4 1 ഇനി സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം 12 പ്ലസ് സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് സെക്കൻഡ് 12 പ്ലസ് എന്താ 21 33 സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഇനി സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം 6 ഫസ്റ്റ് 6 plus 28 6 plus 28 എത്ര വരും 34 കാണുമ്പോൾ മനസ്സിലായി. ഇനി റൈറ്റ് എടുത്തു 2 1 3 4 5 minus 1 6 7 7 ആണ്. നോക്കണേ
first row and the first column, or first, second. 10 plus 6, 16. First one, the first one. First one, the second column. Minus 2, 7. Minus 2, 7. Minus 2 plus 7. That's all 5. In a second row, and the first one. 15 plus 24. 15 plus 24. 15 plus 24. 39. In a second row, and the second one. Minus 3 plus first, then second, 28. That means 28. Sorry, 25. Column number 2. Entirely different. Hence, this is noting problem is there. This is one problem. You will text under text 14 question. One question. Exercise 3.2 exercise 3.2 40 14 B A നമ്മൾ ചെയ്തു B നിങ്ങൾ ചെയ്തു എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നല്ല ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടാണ് വിശ്വസിക്കുന്നത് ഇവിടെ എല്ലാ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത് അല്ല വേറെ ഒന്നുമില്ല മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഓക്കേ പെട്ടെന്ന് കുറിച്ചോളൂ Okay, another problem. Kuruchodu if f of x is equal to matrix cos x minus sin x 0 sin x matrix cos x minus sin x 0 sin x cos x 0 0 0 1 if f of x is equal to matrix cos x minus sin x 0 first row second row sin x cos x 0 third row 0 0 1 comma then show that f of x into f of y equal to f of x plus y. F of x into f of y is equal to f of x plus y. F of x plus y. Not a problem. അല്ലാതെ നോക്കുക കണ്ടീഷൻ ആണ് f of x ഇവിടെ x വന്നപ്പോൾ cos sin minus sin 0 sin cos 0 0 0 1 ഇവിടെ എല്ലാം വന്നിരിക്കുന്ന x ആണ് അങ്ങനെയാണെങ്കിൽ f of y എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ സംഗതി ഇവിടെ ഇതുപോലെ തന്നെ ഈ x നെ ഒരു y കൊടുത്തു ഇവിടെ എല്ലാം y കൊടുക്കാം മാട്രിക്സ് cos y minus sin y 0 sin y cos y 0 ആണ് 0 0 ഇത്രയും ഇനി തീറ്റ ആണെങ്കിൽ ഈ x നെ തീറ്റ കൊടുത്താൽ ഇവിടെ എല്ലാം തീറ്റ കൊടുക്കും ആൽഫ ആണെങ്കിൽ ഇവിടെ എല്ലാം ആൽഫ കൊടുക്കും x plus y ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ x plus y വരും 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 അപ്പോൾ കുറിച്ചോളൂ സൊല്യൂഷൻ f of x സമം ഇത് then f of y സമം കുറിച്ചോളൂ പെട്ടെന്ന് കുറിച്ചോളൂ ഓക്കേ ഇനി നമ്മൾ ലെഫ്റ്റ് എടുക്കുകയാണ് ലെഫ്റ്റ് എടുക്കുകയാണ് left f of x into f of y equal to matrix f of x അതുപോലെ എഴുതി cos x minus sin x 0 sin x cos x 0 0 0 1 into f of y ക്ക് പകരം cos y minus sin y 0 sin y cos y 0 0 0 1 f of x f of y
ഇനി റൈറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ രണ്ട് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ സൂക്ഷിച്ചോളണം. അതുകൊള്ളു. കാരണം ഫസ്റ്റ് റോ ഉണ്ട്, ഫസ്റ്റ് റോ പഠിക്കാത്തവർ പഠിച്ചോളണം. ഇത് ആദ്യ മെട്രിക്സ്, രണ്ടാം മെട്രിക്സ്. ഇതിനൊക്കെ പ്രീ മെട്രിക്സ്, പോസ്റ്റ് മെട്രിക്സ്. പ്രീ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഉണ്ട്, പോസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ. ഇങ്ങനെ അല്ലാതെ ഇങ്ങനെയല്ല, ഇങ്ങനെ കണ്ടോ? അപ്പോ എങ്ങനെ മൾട്ടിപ്ലൈഡ് ആഡ് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പൊ cos x into cos y. ഇനി മൈനസ് sin x കൊണ്ട് sin y മൾട്ടിപ്ലൈ മൈനസ് sin x sin y. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 0 കൊണ്ട് മൾട്ടിപ്ലൈ 0. ഇനി വീണ്ടും ഈ ഫസ്റ്റ് കൊണ്ട് സെക്കൻഡ് കൊണ്ട് cos x കൊണ്ട് മൈനസ് sin y നെ മൾട്ടിപ്ലൈ. cos x കൊണ്ട് മൈനസ് sin y മൾട്ടിപ്ലൈ ആവുമ്പോൾ ഒരു കാര്യം ചെയ്യാം. അവിടെ സ്ഥലം സ്വല്പം കുറവാണ്, എനിക്കാണെന്നുണ്ടാവും. ആ മൾട്ടിപ്ലിക്കേഷൻ ആണ് cos x cos y മൈനസ് sin x sin y. നമ്മൾ പറഞ്ഞിട്ടാണ്. ഇനി വീണ്ടും ഈ ഫസ്റ്റ് 0 കൊണ്ട് മൾട്ടിപ്ലൈ 0 പ്ലസ് 0 ഞാൻ എഴുതില്ല. വീണ്ടും ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം cos x കൊണ്ട് മൈനസ് sin y മൾട്ടിപ്ലൈ ആകുമ്പോൾ a കൊണ്ട് മൈനസ് b മൾട്ടിപ്ലൈ ആകുമ്പോൾ മൈനസ് ab എന്നോ അല്ലെങ്കിൽ മൈനസ് b എന്ന് പറയാം. ഇവിടെ പറയാൻ സുഖം cos x കൊണ്ട് മൈനസ് sin y മൾട്ടിപ്ലൈ ആകുമ്പോൾ മൈനസ് cos x sin y, മൈനസ് cos x sin y മൈനസ് ഈ മൈനസ് sin x കൊണ്ട് cos y മൾട്ടിപ്ലൈ മൈനസ് sin x into cos y. 0 കൊണ്ട് മൾട്ടിപ്ലൈ 0 പ്ലസ് 0. വീണ്ടും ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം ഒന്നുകൂടെ പറയുന്നു. cos x കൊണ്ട് മൈനസ് sin y മൾട്ടിപ്ലൈ മൈനസ് cos x sin y മൈനസ് sin x കൊണ്ട് cos y മൾട്ടിപ്ലൈ മൈനസ് sin x cos y പ്ലസ് 0 into 0 0. വീണ്ടും ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം ഫസ്റ്റ് മൾട്ടിപ്ലൈ 0 സെക്കൻഡ് മൾട്ടിപ്ലൈ 0 തേർഡ് മൾട്ടിപ്ലൈ 0 പ്ലസ് 0. ഇതേ സ്റ്റൈലിൽ ഇനി സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം. അപ്പോൾ സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഇങ്ങനെ ഞാൻ മൾട്ടിപ്ലൈ ഫസ്റ്റ് sin x into cos y. First. Then second plus cos x into sin y. First, second, third 0. വീണ്ടും സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം sin x കൊണ്ട് മൈനസ് sin y മൾട്ടിപ്ലൈ ആകും മൈനസ് sin x sin y. First. Then second plus cos x into cos y. First, then second, third 0 ആയിട്ട് എഴുതും. വീണ്ടും സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളം ഫസ്റ്റ് ആവും 0, സെക്കൻഡ് ആവും 0, തേർഡ് 0. ഇനി തേർഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ആകുമ്പോൾ തേർഡ് റോ ഏത് ഫസ്റ്റ് കോളം തേർഡ് റോ എന്ന് പറയുന്നത് ആദ്യ മെട്രിക്സിന്റെ തേർഡ് റോ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം ഫസ്റ്റ് 0 0. വീണ്ടും തേർഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം 0 കൊണ്ട് മൾട്ടിപ്ലൈ 0 ആണ്. ഇനി തേർഡ് കൊണ്ട് തേർഡ് കോളം 0 1. That means 0 plus 1. That means 1. വീണ്ടും ഒന്നുകൂടി ഞാൻ റീറൈറ്റ് ചെയ്തു നോക്കിയിരിക്കാം. സമ മെട്രിക്സ് cos x cos y minus sin x sin y. ഈ രണ്ട് ടേമിലെ നെഗറ്റീവ് ഞാൻ കോമൺ എടുക്കുന്നു. cos x sin y plus sin x cos y. ഞാൻ ഈ സെക്കൻഡ് ടേം ആദ്യം എടുക്കുന്നു. sin x cos y കാര്യം മൈനസ് എടുക്കുമ്പോൾ രണ്ട് ടേം പ്ലസ് ആണ്. അപ്പം സെക്കൻഡ് ടൈം ഞാൻ ആദ്യം ഇനി ഫസ്റ്റ് ടൈം സെക്കൻഡ് ആക്കുന്നു പ്ലസ് cos x sin y 0. ഇതിന് യാതൊരു ചേഞ്ചും ഇല്ല. sin x cos y പ്ലസ് cos x sin y. ഇത് നെഗറ്റീവ് ടേം, ഇത് പോസിറ്റീവ്. ഈ പോസിറ്റീവ് തന്നെ ആദ്യം എഴുതി cos x cos y മൈനസ് sin x sin y 0 1. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത്രയും കുറിക്കുക, പെട്ടെന്ന് കുറിക്കുക. സ്റ്റെപ്പ് എന്ന് പറയാം, പെട്ടെന്ന് കുറിച്ചു.
പെട്ടെന്ന് കുറിച്ചോളൂ. ഇത് കോസ്, ഇത് സൈൻ, SIN സൈൻ. പെട്ടെന്ന് കുറിച്ചോളൂ. ഇതിന്റെ ബാലൻസ് ഞാൻ പറയാണ്. ഈ സ്റ്റെപ്പ് ഈ മെട്രിക്സ് മാറ്റിയാണ്. ഇതതുപോലെ ഇതിന്റെ ബാലൻസ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇതിന്റെ ബാലൻസ് ഞാൻ എഴുതുന്നു. ഇതിന്റെ ബാലൻസ് ആണ് എഴുതുന്നത്. So matrix cos x cos y minus sin x sin y. Trigonometry cos of x plus y. സംശയമുള്ള സൈഡിൽ കുറിച്ചോളൂ. cos of x plus y സമം cos of x plus y സമം cos x cos y minus sin x sin y. സൈഡിൽ കുറിച്ചോളൂ. അപ്പോൾ ഇതിന്റെ പകരം നമുക്ക് എഴുതാം cos of x plus y. ഇനി മൈനസ് അതുപോലെ പോസ്റ്റ് ചെയ്തു. sin x cos y plus cos x sin y. sin of x plus y. സംശയമുള്ള സൈഡിൽ കുറിച്ചോളൂ. sin of x plus y സമം sin of x plus y സമം sin x cos y plus cos x sin y. എന്നോട് പറയാം. sin of x plus y സമം sin x cos y plus cos x sin y. ഇനി 0 അതുപോലെ ഇട്ടു. ഇത് നമുക്ക് ഇപ്പോൾ പറഞ്ഞ റിസൾട്ട് ആണ് sin x cos y plus cos x sin y. sin of x plus y. ഇത് cos x cos y minus sin x sin y. cos of x plus y 0 0 0. That is equal to x വന്നപ്പോൾ cos minus sin 0 sin cos 0. cos minus sin 0 sin cos 0 0 0 0. x വന്നപ്പോൾ ഇവിടെ x ഉണ്ട്. ഇപ്പോൾ ഇവിടെ x ന് വരെ x plus y ഇല്ലേ? ആൻസർ f of x plus y. കുറിച്ചോ f of x plus y. 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 Clear? അടുത്ത പ്രോബ്ലം. അടുത്ത പ്രോബ്ലം. ഇത് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമായിരുന്നു. ഈ എക്സിന് വൈക്കുമ്പോൾ ആൽഫ ബീറ്റ എന്നൊക്കെ പറയാം, θ1 θ2 എന്നൊക്കെ പറയാം. അതുകൊണ്ട് അത് മാറുന്നേ ഉള്ളൂ. ബാക്കി എല്ലാം ഇതുപോലെ തന്നെയാണ്. അപ്പം ഇവിടെ എല്ലാം കണ്ടന്റ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, പിന്നെ ട്രിഗണോമെട്രി റിസൾട്ട്. അടുത്ത പ്രോബ്ലം വെച്ചോളൂ. If a capital A is equal to matrix symbol 102 102 021 021 203 203 show that a cube minus 6a square plus 7a minus 6a square plus 7a plus 2i equal to 0. 0 means 0 matrix. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ഇതെല്ലാം മെട്രിക്സ് ആണ്. ആ മെട്രിക്സ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അത് 0 മെട്രിക്സ് ആണെന്ന് ഷോ ചെയ്യും. അവിടെ O മീൻസ് ആ വലിയ ബിഗ് 0 ഉദ്ദേശിക്കുന്നത് 0 മെട്രിക്സിനെ. ഇപ്പൊ എ ക്യൂബ് ഉണ്ട്, എ സ്ക്വയർ ഉണ്ട്, ai ഉണ്ട്. നമ്മൾ i ഉണ്ട്, i വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ എയുടെ ഓർഡർ 3 റോസും 3 കോളംസും. അപ്പോൾ ഓർഡർ 3 ആണ്. സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ സിമ്പിളി നമുക്ക് ഡിനോട്ട് ചെയ്യാം 3/3 നമുക്ക് ഡിനോട്ട് ചെയ്യാം 3. അപ്പോൾ ഐയുടെ ഓർഡർ എന്തായിരിക്കും എന്ന് വെച്ചാൽ അതേ ഓർഡറിലായിരിക്കും ഐ 1 0 0 0 1 0 0 0 ഓർഡർ മനസ്സിലായോ? ഇനി നമുക്ക് ആദ്യം എ സ്ക്വയർ എന്ന് വിളിക്കാം.
നമുക്കറിയാം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് എന്നാണ്, ശരിയല്ലേ? അപ്പൊ നമുക്ക് എ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എ ഇൻറ്റു എ. ഇതാണ് എ സ്ക്വയർ. എ ഇൻറ്റു എ നോക്കാം നമുക്ക്. എ 1 0 2 0 2 1 2 0 3. വീണ്ടും എ 1 0 2 0 2 1 2 0 3. കണ്ടുപിടിക്കാൻ പോവാണ്. ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്ന മാട്രിക്സ്. ഫസ്റ്റ് റോ ഉണ്ട്, ഫസ്റ്റ് കോളം 1 0 4 മൾട്ടിപ്ലൈ ചെയ്ത് 1 plus 0 plus 4 that means 5. വീണ്ടും ഫസ്റ്റ് റോ ഉണ്ട്, സെക്കൻഡ് റോ 0 0 0. വീണ്ടും ഫസ്റ്റ് കൊണ്ട് തേർഡ് 2 0 6 അപ്പോൾ 8 2 plus 6 8. വീണ്ടും സെക്കൻഡ് റോ ഉണ്ട്, ഫസ്റ്റ് റോ 0 0 2. സെക്കൻഡ് കൊണ്ട് സെക്കൻഡ് 0 4 0 4. സെക്കൻഡ് കൊണ്ട് തേർഡ് 0 2 3 5. 2 plus 3 5. ഇനി തേർഡ് കൊണ്ട് ഫസ്റ്റ് 2 0 6 അപ്പോൾ 2 6 that means 8. തേർഡ് കൊണ്ട് സെക്കൻഡ് 0 0 0. തേർഡ് കൊണ്ട് തേർഡ് 4 0 9 13. ടെസ്റ്റ് ചെയ്ത് ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് റോ ഉണ്ട്, ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഉണ്ട്, സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ഉണ്ട്, തേർഡ് കോളം, സെക്കൻഡ് റോ ഉണ്ട്, ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഉണ്ട്, സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഉണ്ട്, തേർഡ് കോളം, തേർഡ് റോ ഉണ്ട്, ഫസ്റ്റ് കോളം, തേർഡ് റോ ഉണ്ട്, സെക്കൻഡ് കോളം, തേർഡ് റോ ഉണ്ട്, തേർഡ് കോളം. അപ്പോൾ എ സ്ക്വയർ കിട്ടി. അപ്പോൾ എ സ്ക്വയറിന്റെ വാല്യൂ സൈഡിൽ നിന്ന് പിടിച്ച് ചെയ്യാം. എ സ്ക്വയർ എന്താണ്? എ സ്ക്വയറിന്റെ വാല്യൂ 5 0 8 2 4 5 8 0 13. ഇതാണ് എ സ്ക്വയർ. പെട്ടെന്ന് കുറിച്ചോളൂ. എ സ്ക്വയർ കുറിച്ചല്ലോ. ഇനി നമുക്ക് എ ക്യൂബ് കണ്ടുപിടിക്കാം. എ ക്യൂബ് ഇതുപോലെ സിമ്പിൾ ആണ്. എ ക്യൂബ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എ ക്യൂബ് മീൻസ് എ സ്ക്വയർ ഇൻറ്റു എ അല്ലേ? എ സ്ക്വയർ ഇൻറ്റു എ. എ സ്ക്വയർ വാല്യൂ കിട്ടി. മെട്രിക്സ് 5 0 8 2 4 5 8 0 13 into a. A की बार 1 0 2 0 2 1 2 0 3. मल्टीप्लाई कर लो कि यहाँ थोड़ा सिंपल आना. फर्स्ट रो and first रो 5 0 60. एल्ला एडिट प्लस 12. 5 plus 0 plus 60. 5 plus 14 21. First रो and second रो 0 0 0. First one to third 10 10 0 24. 10 plus 24 34. In second row the first one 2 0 10 total. 2 plus 0 plus 10 total. Second one second 0 8 0 8. Second one to third 4 4 4 paint 8 plus 50 8 plus 50 23. 8 plus 50 ana the 4 plus 4 8 8 plus 50 into 23. Another third one to first 8 0 26 8 0 26. 26 plus 8 अथवा 26 plus 8 34 अल्ले 26 plus 8 अल्ले 34. In second one 0 0 0 plus 0. In third one third 16 plus 0 plus 39 अथवा 15 55 अल्ले 55.
ഇതാണ് എ ക്യൂബ്. ക്ലിയർ ആയല്ലോ? ഇനി വാല്യൂസ് കൂടി നമുക്ക് സൈഡിൽ നിന്ന് കുടിക്കാം. എന്നിട്ട് നമുക്കത് once more. First row and first row 5 0 60 21. First one second. First 0 0 0 0. First one third 10 0 24 24. Second one first 2 0 10 what 12. Second one second 0 8 0 8. Second one third 4 4 4 plus 4 8 ആയി. പിന്നെ 8 plus 50 50 means 23. അടുത്തത് തേർഡ് വൺ ഫസ്റ്റ് 8 0 26. അപ്പോൾ 26 18 കൂടെ 34. ഓക്കെ. വീണ്ടും തേർഡ് വൺ സെക്കൻഡ് 0 0 0. ഓക്കെ 0. തേർഡ് വൺ തേർഡ് 16 0 39. 16 plus 39 means 55. Okay. Okay, see. ഈ വാല്യൂസ് കൂടി നമുക്ക് സൈഡിൽ വെച്ചിടാം. എ ക്യൂബ് 21 0 34 12 8 23 34 0 55. Okay. Like here. Okay. Here you go. ഇനി നമ്മൾ ലെഫ്റ്റ് എടുക്കുന്നു. നമുക്ക് ഷോ ചെയ്യാനുള്ള ലെഫ്റ്റ് എടുത്തു. എ ക്യൂബിന് പകരം എ ക്യൂബിന്റെ വാല്യൂ ഇടുകയാണ്. അതുകൊണ്ട് എ ക്യൂബ് 21 0 34 12 8 23 34 0 55. എ ക്യൂബ്. ഇനി -6 ഇൻറ്റു എ സ്ക്വയർ. എ സ്ക്വയറിന്റെ വാല്യൂ ഇടുന്നു 5 0 8 2 4 5 8 0 13. ഇനി +7 into a. a ക്ക് പകരം 1 0 2 0 2 1 2 0 3. ഇനി +2 ആയി. i ക്ക് പകരം 1 0 0 0 1 0 0 0 1. ഇതെങ്ങനെ എഴുതുന്നു മനസ്സിലായല്ലോ? യൂണിറ്റ് മെട്രിക്സ് ഓർഡർ 3 ആണെങ്കിൽ അങ്ങനെ എഴുതും. യൂണിറ്റ് 2 ആണെങ്കിൽ ഇങ്ങനെ എഴുതും. യൂണിറ്റ് മെട്രിക്സിന്റെ ഓർഡർ 2 ആണ് 1 0 0. ഓർഡർ 3 ആകുമ്പോൾ 1 0 0 0 1 0 0 0. ഡയഗണൽ എലമെന്റ്സ് എല്ലാം യൂണിറ്റ് ആയിരിക്കും. നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. ഓക്കേ ശരി. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നു. ഈ മെട്രിക്സ് നമുക്ക് അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് താഴെ അറിയിക്കാം. മെട്രിക്സ് 21 0 34 12 8 23 34 0 55. ഇവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ മൈനസ് മെട്രിക്സ് ഇതുകൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 30 അല്ലേ 0 48 അല്ലേ 12 24 30 48 0 എത്ര വരും 18 സിസ്റ്റം 78 അല്ലേ. ഓക്കെ ശരി. ഇനി പ്ലസ് ഈ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 7 0 14 ശരിയല്ലേ 0 14 7 14 0 21. ലാസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 0 0 0 2 0 0 0 2 എല്ലാം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അത് മാത്രം നോക്കാം. നമുക്ക് സെറ്റ് ചെയ്യാം. 21 - 30 21 - 30 എത്ര വരും? അപ്പോൾ -9. ആ -9 യുടെ 7 കൂട്ടുമ്പോൾ -2. ആ -2 യുടെ 2 ആഡ് ചെയ്യുമ്പോൾ 0. അപ്പോൾ അത് ഫസ്റ്റ് എലമെന്റ് 0 ആയി. കറസ്പോണ്ടിങ് എലമെന്റ്സ് ചെയ്താൽ മതി. എന്നിട്ട് സൈൻ നോക്കിയാൽ മതി. കണ്ടോ കറസ്പോണ്ടിങ് ഇതിന് ഇത് ഇത് ഇനി 0 - 0 0 ആണ്. +0 0 +0 0 എല്ലാം കറക്റ്റ് ആയി. ഇനി 34 34 എന്ന് 34 ന്ന് 40 പോയി. 34 ന്ന് 40 പോകുമ്പോഴേക്കും -40. ആ -40 നും ഈ +40 നമ്പർ 0 0 + 0 that means 0. ബാക്കി എല്ലാം ചെക്ക് ചെയ്തോളൂ. എല്ലാം 0 ആയിരിക്കും. That means 0 matrix means what? That means big 0.
X4. നാളെ ഫസ്റ്റ് എഴുതിയാണെന്നേ ഉള്ളൂ, ചെയ്ത് പഠിച്ചോളൂ. ഇവിടെ എല്ലാ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമാണ് കണ്ടന്റായിട്ട് വന്നിരിക്കുന്നത്. എ ക്യൂബ് കണ്ടുപിടിച്ചത് ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ എ സ്ക്വയർ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ക്യൂബ് കിട്ടും. ഇവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഐ മീൻസ് ഐ തന്നിട്ടില്ലെങ്കിൽ എയുടെ ഓർഡർ ചെക്ക് ചെയ്യുക, എയുടെ ഓർഡർ എന്താണോ അതിനനുസരിച്ചായിരിക്കും ഐ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എല്ലാ എലമെന്റ്സും ഇൻ കേസിൽ എക്സാമിൽ എന്തോ തെറ്റിപ്പോയാലും അവസാനം എല്ലാം 0 to വെച്ച് വരണം. ദാറ്റ് മീൻസ് ബിഗ് 0 എന്നല്ല വിളിക്കുന്നത് O. ദാറ്റ് മീൻസ് 0 മെട്രിക്സ്. ഓക്കെ, ക്ലാസ് അവസാനിച്ചിരിക്കും.